പരിശുദ്ധ ശ്രീകന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശാബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും കൂടെ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹബീബായി ബാറയ്ക്കുമോ സഭയിൽ ഒന്നാമത്, അപ്പോസ്തലന്മാർ രണ്ടാമത്, പ്രവാചകന്മാർ മൂന്നാമത്, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികളും രോഗശാന്തികളുടെവരും സഹായം ചെയ്യുവാനുള്ളവരും പരിപാലനവരും വിവിധ ഭാഷാവരും എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ളവരുമുണ്ടോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠകരങ്ങളെ വാഞ്ചിപ്പി. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും
എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാൻ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായതൊക്കെയും നീങ്ങിപ്പോകും. ആഹായി പാർക്കുമോ വണക്കത്തോടും കൂടെ ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്നും പരിശുദ്ധമറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. സ്വർഗരാജൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടവനോട് സദൃശം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊട്ടിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ വിനം കണ്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുകയും ന്യായമായത് തരാമെന്നവരോടും പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്നു. അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ്ക കൊണ്ടത്രേ എന്നവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്നവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകന്മാരോട് വേലക്കാരെ വിളിച്ച് പെൺപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്നു ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവൻ വീട്ടുടയവന്റെ നേരെ വെറുതെറുത്തു. ഈ പെൺപന്മാർ 1 മണിക്ക് നേരം മാത്രമേ ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു.
സ്നേഹിത, ഞാൻ നിന്നോട് ന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞില്ലയോ? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ പെമ്പിനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്നെ കണ്ണു കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാരുമാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. മാർപ്പൗലോസേ പുണ്യനിധി പരിശുദ്ധ നിൻ നാഥനോടർത്തിക്കുക നിന്നോർമതിനെ ഞങ്ങൾക്ക് വേഗത്തിൽ പ്രാർത്ഥനകൾ ശ്രദ്ധിശേഷം സഭയെ പ്രതിയാചിക്കുന്നവയെല്ലാം നൽകുന്നു. ശാന്തി സഭയ്ക്കും മക്കൾക്കെല്ലാം മോചനവും നാദം നൽകട്ടെ. ആരിടമെന്നും നിൻ സ്മൃതിയവരാഘോഷിച്ചിടും. നാമെല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്ത്രീയും സാദരവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇമ്പപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശദീകരിക്കുകയും ഹാവേലിനും നോഹിനും മൽക്കിസദേക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹറോനും ശമൂവേലിനും തന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ധൃതമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകതയുമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തന്റെ അടിയാറായസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്ക് വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നൽകുന്നവനും വെടിവാക്കുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ക്ഷമിക്കുകയും തുടച്ചേക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനേ, സ്നേഹപൂർവ്വം എന്റെ കാരുണ്യത്താൽ എന്റെ കർത്താവേ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിന്റെ പാപങ്ങളെയും മായച്ച് ഉത്തമനേ ദൈവമേ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വാങ്ങിപ്പോട്ടുള്ളവരുടെയും വിശുദ്ധിയും ബോധമുള്ള നിന്റെ
നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹങ്ങളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ നിലയ്ക്കണമേ. കർത്താവും മൗതത്തിന്റെ നാഥനുമാകുന്ന മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് വാർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളതുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവം നീ ഞങ്ങളിൽ നിന്ന് നീക്കുമായിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപടികൾ ഞങ്ങളിൽ നിന്ന് വിലക്ക് നീക്കിക്കളയണമേ. സമാധാനമനുഷ്യമുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലൊരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ സൃഷ്ടിയായസിലേക്ക് കൊണ്ടുവരികയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും പരിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവത്തമ്പുരാനെ, ഞങ്ങൾ ഈ പുതിയ ദൈവത്തിന്റെ ശുശ്രൂഷകരും നിന്റെ സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാക്കണമേ. ഈ മേശേ, അതായത് പരിശുദ്ധമായ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ മഹാകരുണയ്ക്ക് തക്കവണ്ണം അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ വരുമുള്ള വാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റോഹാട് ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളിൽ ദുർഗം പാർന്ന് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ബലി വഴിപാടുകളും മോശയുടെയും ആറോന്റെയും ആചാര്യന്റെ ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാനയാഗങ്ങൾ കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് പ്രീതിപ്പെടണമേ. നിന്റെ പരിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര്യന്റെ ശുശ്രൂഷയെ കൈക്കൊണ്ടതുപോലെ പാപകരങ്ങളായ ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ ധൂപത്തെ അവിടുന്ന് അംഗീകരിക്കണമേ. കർത്താവേ, മാലിന്യരഹിതമായി ബലി നിനക്കർപ്പിക്കുവാനും മനുഷ്യരുടെ പ്രതിപകര ദിവസത്തിൽ നിന്റെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം നല്ല പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരായി തീരണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാലവുൽ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക്
ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശം സത്യദൈവത്തിലുള്ള സത്യദൈവവും നിരഞ്ജന സൃഷ്ടിയാത്തവനും സലാംശമുള്ളവനും സകലവും മഹാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായി ലോകത്തിനോട് രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധമായ ശരീരത്തിൽ മനുഷ്യനായി ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കർഷകന് വഹിച്ച് മനുഷ്യപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തങ്ങളുടെ ആദരവാദികളും ജീവനുള്ളവരെയും മരിച്ചവരെയും വെല്ലുവാൻ തന്റെ വലിയ മാതൃകയെ വിവാഹിക്കുന്നതിനും തന്റെ രാജ്യത്തെ അവസാനമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട പിതാവിനോട് പുത്രനോട് സ്നേഹിക്കപ്പെട്ടവനും ദിവ്യന്മാരും സ്നേഹിന്മാരും മാത്രം സംസാരിച്ചതുമായ ജീവിതവിഷയമുള്ള ആദരവായും കാതോലികവും സ്നേഹികവുമായ ഏകവിശ്വസതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഏറ്റുപറഞ്ഞ് മനുഷ്യമാരും പെരുമാറുന്ന ലോകത്തിലെ പ്രതീക്ഷയുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു.
പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ മധുപാഠ മുൻപാകെ തങ്ങളുടെ തലകൾ കുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ സമൃദ്ധിയായ ആവാസം നൽകുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാവുകുല സുബാലവൽമി. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം എല്ലാ അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാവുകുല സുബാലവൽമി. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പൂടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും എല്ലാ ദേവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവസായികളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും മുഴുവനായ പിതാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും നടക്കുന്നു. പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ വലഭാഗേ മശിഹാനമ്പരാനിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ചേർന്ന് നിന്ന് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങളും കാതീശുപാടി ഉച്ചേശ്വരനെ മോദപ്പെടുത്തുന്നു. പാപികളായ നമുക്ക് വേണ്ടി തിരുവചനത്തോടെ മരണമനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെടുവാനിരുന്ന രാത്രിയിൽ നിർമ്മലവും കളങ്കാരഹിതവും പരിശുദ്ധവുമായ തന്റെ തൃക്കൈകളിൽ അമ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം
ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അപരാധം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായം തന്നെ കൊണ്ടു തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചെറിയപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യാജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പുതിയ നിയമരക്തമാകുന്നു ഇത്. ഇതിന്റെ കൂടെ തന്നെ ഈ രഹസ്യത്തിൽ നിങ്ങൾ എമ്പപ്പെടുമ്പോഴൊക്കെയും ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. അതാമതോ സേനോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ പരിശുശ്രൂഷ മുഴുവനായും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയിൽ നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപൂർവം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീതായിക്കാമുകലാമോ കാലമാറോ സർവശക്തന്റെ പിതാവായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ കർത്താവേ, കരുണയാൽ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂപ സ്വർഗമാകുന്ന മേലുള്ള ഉയർന്നു നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് കർത്താവേ, എന്നോട് നീ ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളേണമേ.
വചനമരുളി ചെയ്തവനെ ദയതോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രക്തവുമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. ഞങ്ങൾ നിത്യജീവന് അർഹരായി ഭവിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ബാർക്കുമോർ നിവാസികൾ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സുള്ളി മേയിച്ചൊരിക്കുന്ന ശുദ്ധിമാന്മാർ ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടുവർന്ന നമ്മുടെ പാത്രീസ്മാരാബോന്മാജ്ഞാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രീഗോറിയോസിനു വേണ്ടിയും മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ ക്രിസ്റ്റോസമോസിനു വേണ്ടിയും സത്യവിശ്വാസിലെ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിന്റെ നാമം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും ഇതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഇതിൽ നിലനിർത്തുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകൾ അകപ്പെട്ട നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാര ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീ വിചാരിച്ച് നിന്റെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം നീ കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അവിടുന്ന് അംഗീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, അവിടുന്ന് ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകോല സുബാലവൽമീ. ആയിരിക്കുമ്പോൾ 4 ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും തേരാകളെയും സത്യവിശ്വാസികൾ നിർമ്മിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനുമായ സകല വർണ്ണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവരുടെ മനസ്സുകളെ
നീതിയും സത്യവും ദൈവഭയബോധമുള്ളവരാകെ തീർക്കണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും തിന്മപ്പെട്ട മനുഷ്യരുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വീണ്ടുകൊള്ളുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ. ഭൂമിയിലെ സ്ഥലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യന്റെയും ഭാഗ്യവതിയുമായ അതേ മാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും ക്രിസ്തുക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കിലസന്മാരെയും സഹോദരന്മാരെയും മാധ്യന്മാരെയും ഭാഗ്യവാനും തന്റെ മാന്റെ മുന്നോട്ടുകാരനുമായ മാറിയോനാത്മധാനിയെയും സിംഹാസന്മാരിൽ പ്രധാനിയും സാധ്യന്മാരും മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളനുമായ മഹാസേഫാനോസിനെയും സ്ത്രീയന്മാരിൽ ധനന്മാരായ വന്നവട്ടമാർ പത്രോസിനെയും പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാസ്ലിഹായെയും ശേഷം സകലശുദ്ധിമാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ. പ്പെടുത്തും കുറ്റവിധവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചൊന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിത്യ പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസന്തീനോസ് പോലീസിലും എപ്പേസുസിലും വെച്ചുണ്ട പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുന്നവദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായ സമുദായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലിമീസും ദിവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോഥ്യോസും ഫീലക്സിനോസും അന്തീമോസും മിയാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ ഗോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെയും വിവേകമുള്ള വായും തോണ്ടും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാതിയർഗീസ് മാർ സേവേറിയോസും സത്യവിശ്വാസ നിലനിർത്ത നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് വൃദ്ധാനായും മോർ അബ്രേമും മോർ യാക്കോബും മോർ ഇസ്ഹാക്കും മോർ ബാലായും ദുഃഖിതന്മാർ തലവനായ മോർ ബർസവുമായും മോർ ശമവും ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഗായും എൽദോ മോർ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ പിമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടി ഭാഗ്യകരമാം വിധം നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും
സ്തുതിച്ചു പോഴ്ത്തുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ഓശോ വാബുകോല സുബാലവൽമി ഉടയനായിരിക്കുന്ന പിതാവാ ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് ശ്രമിച്ച് നിന്റെ അടുക്കൽ പറഞ്ഞു ചേർന്നവരായ ഈ പരിശുദ്ധമായ ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസമരിച്ചുരി ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരിപൊളി നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമാവശ്യ ധാരണത്തിന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തന്നെ സ്വർഗരാജ്യം ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം പറയണം. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ പരേതട തെറ്റുകൾ കർശനമായിട്ട് അവിടുന്ന് പരിശോധിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണ്ടവേ, മനസ്സോടെ മനസ്സോടാതെയും ഞങ്ങളോടും ചെയ്തുമായിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതരിൽ നിന്നും പാപത്തിന്റെ ചുവടുകളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധമായ പ്രമാണ ലംഘനങ്ങളും ഞങ്ങളോടും അവരോടും ക്ഷമിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും എപ്പോഴും എന്നേക്കും നവീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുവാൻ ഇടയാകണമേ. ഓശോ വബുകൂല സുബാലവൽമി എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹ ആകുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ ഞങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പൂർണ്ണ സ്നേഹ തന്നോട്ടത്തിൽ കർത്താവിന്ദോ എല്ലാ ജാതിക്കാർക്കും വീണ്ടും വീണ്ടും നൽകി വിശ്രാമം പാരം ചെയ്ത് സർവം ദേശം സർവം മാർഗം പാഞ്ചി നീത്തി രാജത്യാ
കർത്താവിന്തോ ജാതിക്കാർക്കും വീണ്ടും വീണ്ടും നൽകി. വിശ്രാമം കോനാദിന്നും വ്യാപാരം ചെയ്ത് സർവം ദേശം സർവം മാർഗം താൻ ചെന്നെത്തി. രാജ്യം ത്യാഗി മേലാക്കി തൂക്കപ്പെട്ടു സ്വർഗം പ്രാപി പാതന്നാത്മോ ദേഹം വിട്ടു. സാഘോഷം തൻ ആത്മാത്തെ കൈക്കൊണ്ടിടാനായി നിർദ്ദേശിച്ച സർവ്വലോകേശൻ തൻ സൈന്യത്തെ. പാർക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പാർക്കുമോർ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും ആചാരത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്ണ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇത് നൽകണമേ. പാർക്കുമോർ നമ്മുടെ മശികാതമ്പരാനോട് നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ബലമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. അനുഗ്രഹം ചെയ്യണമേ. അരുണ്യവാനാകുന്ന പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വായുകളും അതരങ്ങളും അവിടുന്ന് തുറക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരാത്മദേഹികളെ വിശദീകരിക്കുകയും മനസ്സുകളെയും ഹൃദയങ്ങളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ അടസിച്ച് ചൊല്ലുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എപ്പോഴും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായം തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും ആപത്തനർത്ഥങ്ങളിൽ നിന്നുള്ള സംരക്ഷകനും അവിടുന്ന് തന്നെ ആയിരിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയുമാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ ഗജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയുമാകുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല കുനിക്കണം. കർത്താവേ, കാണപ്പെടാവതല്ലാത്തതിന്റെ വലതുകരം നീട്ടി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് നിന്റെ ഗജാതന്റെ തിരുശരീര രക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദിയും അന്തവും ഇല്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരയിലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുരിശ് തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ കപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ചുവെന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദേവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച ഓർക്കേണം പ്രാർത്ഥന ശാശ്വതരാജ്യ സ്വർഗത്തിൽ ദേവസുതൻ ആശ്വാ
വാത്സല്യമുള്ളവരെ, ആരുടെ പെരുന്നാൾ നാം കൊണ്ടാടുന്നു? ആ ശ്രേഷ്ഠ സ്ലീഹന്മാരായ മോർ പത്രോസിന്റെയും മോർ പൗലോസിന്റെയും മധ്യസ്ഥയിൽ അഭയം തേടിക്കൊണ്ടുള്ള പ്രത്യേകമായ അഭയയാചന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്വാതന്ത്ര്യവും പ്രമേയും ഭാഷയും മാഞ്ഞുപോകാതെ നല്ലവന്റെ നിത്യവും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. പത്രോസ്ലിഹായെയും തെരഞ്ഞെടുക്കുകയും തന്റെ ശ്രേഷ്ഠയുടെ സ്നേഹായി നിയമിക്കുകയും തന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ശക്തി നൽകുകയും ചെയ്ത കർത്താവിന് സ്തുതി.
ഇതാ വിശുദ്ധ സഭ ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസത്തെ ആഘോഷിക്കുന്നു. ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഇടയങ്ങളായുസോടെ ഇരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ശ്രേഷ്ഠ സ്ലീഹന്മാരായ മാർ പത്രോസ് ശ്ലീഹ, മാർ പൗലോസ് ശ്ലീഹ, നിങ്ങളുടെ പെരുന്നാളിനെ ഞങ്ങൾ ബഹുമാനപൂർവ്വം ആചരിച്ചുകൊണ്ട് പറയുന്നു. വിശുദ്ധ സഭയുടെ കോട്ടയാകുന്ന ഭാഗ്യവാന്മാരെ സമാധാനത്തോടെ വരിക. സകലവും ഉപേക്ഷിച്ച് സർവാധിനാഥനെ അനുഗമിച്ച ജ്ഞാനിയായ ശ്ലീഹന്മാരെ സമാധാനത്തോടെ വരിക. സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് രക്തപങ്കിലമായ കഷ്ടതകൾ അനുഭവിച്ച ശ്രേഷ്ഠന്മാരായ ശ്ലീഹന്മാരെ സമാധാനത്തോടെ വരിക. ഇവ മൂലം അവിടുത്തെ അസ്ഥികളിൽ നിന്ന് മനുഷ്യർക്ക് സഹായങ്ങളും രോഗികൾക്ക് സ്വസ്ഥതയും പുറപ്പെടുന്നു. ആകയാൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ നാഥനോട് ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം നൽകുവാനും നല്ല അവസാനത്തിനും തന്നെ സ്നേഹിച്ച നീതിമാന്മാരുടെ ഓഹരിക്കും ഞങ്ങളെ അർഹരാക്കി തീർക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാം തനിക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ പാർക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയും സമയമിതല്ലോ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം. വന്യരായ റബ്ബാച്ചന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ജൂൺ മാസം 29 എന്ന് പറയുന്നത് ശ്ലീഹ നോയമ്പ് വീടുന്ന ദിവസം മാർ പത്രോസിൻ്റെയും മാർ പൗലോസിൻ്റെയും ഓർമ്മ ദിവസം. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു ദേവാലയം തുടങ്ങിയത് പരിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമത്തിലായിരുന്നു. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ ദിവസം കൂടിയാണ് ഇന്ന്. ഈ രണ്ട് ശ്രേഷ്ഠ ശ്ലീഹന്മാരെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. രണ്ടുപേരും രക്തസാക്ഷികളായി തീർന്ന ശ്ലീഹന്മാരാണ്. ശ്ലീഹന്മാർ അധികവും രക്തസാക്ഷികളായി തീരുകയായിരുന്നു.
നമ്മൾ വിദ്യാഭ്യാസപരമായി വലിയ നിലവാരത്തിൽ എത്തിയിട്ടുള്ള ഒരാൾ അല്ലായിരുന്നു മോർ പത്രോസ് ലീഗ. പക്ഷേ ബൗദ്ധിക വൈജ്ഞാനിക രംഗത്ത് ഒരു വലിയ പ്രകാശമായിരുന്നു മോർ പൗലോസ് ലീഗ. മോർ പത്രോസ് ലീഗയെ കൊല്ലാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ, എന്നെ കുരിശിൽ തൂക്കി കൊല്ലണം, അത് തലകീഴായിട്ടായിരിക്കണം എന്നെ ക്രൂശിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ മരിക്കുന്ന സമയത്തും കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. പൗലോസ് അപ്പസ്തോലനെ കുറിച്ച് ഈർച്ചവാളാൽ അറക്കപ്പെട്ടു എന്നും ശിരച്ഛേദം ചെയ്യപ്പെട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ട് സ്ലീഹന്മാരും ഓർമ്മ കഴിക്കുന്നവർ വേദപുസ്തകത്തിൽ അവരുടെ എഴുത്തുകൾ ഉണ്ട്. പത്രോസ് ലീഗായുടെ 2 ലേഖനങ്ങൾ നമുക്കുണ്ട് എങ്കിൽ പൗലോസ് അപ്പസ്തോലന്റെ 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഞാൻ ഈ 2 സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിൽ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് എങ്കിലും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, കഷ്ടതയോടും ജീവിതത്തിലെ ദുരിതങ്ങളോടും പ്രയാസങ്ങളോടും പ്രതിസന്ധികളോടും അതിലേറെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന തിക്താനുഭവങ്ങളോടും വേദനകളോടും ഇവർ രണ്ടും കാട്ടിയ റെസ്പോൺസ് ടു ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്, ജീവിത പ്രശ്നങ്ങളോട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. രണ്ടുപേരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുന്നത് ഒരു മാനമാണ്, ഒരു പദവിയാണ്, ഒരനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്ലീഹന്മാരായിരുന്നു. പൗരസ്ത്യ ആധ്യാത്മികതയുടെ അടിത്തറ എന്നുള്ളത് തിരുവചന അടിസ്ഥാനത്തിലും പൗരസ്ത്യ സഭയിലെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപോലെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്ന്, വാട്ട് ഗ്ലോറിഫൈസ് എ ഡിവൈൻ ലൈഫ്, ഒരു ദൈവീക ജീവിതത്തെ മഹത്വീകരിക്കുന്നത് എന്താണ്? നമ്മൾ അന്വേഷിച്ച് എന്നാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു സംഗതി, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സഫറിങ്സ് ദാറ്റ് ഗ്ലോറിഫൈ എ ഡിവൈൻ ലൈഫ്. ജീവിതത്തിലെ സഹനങ്ങളാണ്, ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും അതിൽ നിന്നുണ്ടാകുന്ന കണ്ണുനീരുമാണ് ജീവിതത്തെ മഹത്വീകരിക്കുന്നത്. ഞാൻ ഒരു വേദഭാഗം വായിക്കുന്നത് പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള ഏതാനും വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്.
അവസാന ഭാഗത്ത് പറയുന്നു, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. അപ്പസ്തോലൻ പത്രോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അഗ്നിയുടെ ശോധന എന്നാണ്. പൗലോസ് അപ്പസ്തോലന്റെ ലേഖനങ്ങളിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, കഷ്ടത സഹിഷ്ണുതയെയും, ബാക്കി പറയാമോ? സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രത്യാശിക്കുന്നു എന്ന് മലയാള പരിഭാഷ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് റിജോയ്സ് ഇൻ യുവർ സഫറിങ്സ്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആധുനിക ആധ്യാത്മികത എന്ന് പറയുന്നത് കഷ്ടതകളില്ലാത്ത, വേദനകൾ ഇല്ലാത്ത, സുഖലോലുപതയുടെ അതിപ്രസരമുള്ള ഒരാത്മീക ജീവിതം ആഗ്രഹിക്കുന്നു. അനേകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയോ അവരുടെ ആരാധനയോ അവരുടെ ദൈവികമായ കാര്യങ്ങളിലുള്ള താല്പര്യമോ വ്യക്തി ജീവിതത്തിൽ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ളതാണ്. പക്ഷെ തിരുവചനം പഠിപ്പിക്കുന്നു, സ്ലീഹന്മാരുടെ ജീവിതം സാക്ഷിക്കുന്നു, ആദിമസഭയിലെ പരിശുദ്ധന്മാർ പ്രഘോഷിക്കുന്നു, സഫറിങ്സ് ദാറ്റ് ഗ്ലോറിഫൈ എ ഡിവൈൻ ലൈഫ്. ഒരു ദൈവീക ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ ശോഭാപൂർണമാക്കി തീർക്കുന്നത്, മഹത്വീകരിക്കുന്നത് കഷ്ടതയും വേദനയും പ്രയാസവുമാണ്. കഴിഞ്ഞ വർഷം 2013 ഓണത്തോടനുബന്ധിച്ച് മാതൃഭൂമി അവരുടെ വാർഷിക പതിപ്പിൽ 2 ലക്കങ്ങൾ ഉണ്ടായിരുന്നു, 2 വോളിയൂംസ്. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ, രോഗത്താൽ, അപകടത്താൽ, മറ്റു പല കാരണങ്ങളാൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടി വന്നവരുടെ അനുഭവങ്ങൾ അവരവരുടെ ഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ധാരാളം എഴുത്തുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് വെളിയിലുള്ള അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ പോലും ഈ അവരുടെ അവിചാരിത, അപ്രതീക്ഷിത, വേദനാജനകമായ സാഹചര്യങ്ങളിൽ അവരിതിനെ എങ്ങനെയാണ് കണ്ടത്, ഇതിനോട് എങ്ങനെയാണ് സമീപിച്ചത്, ഇതിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് ഉള്ള ഒരുപാട് പേരുടെ അനുഭവക്കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ഒരാൾ എഴുതി, രോഗം എന്ന് പറയുന്നത് രോഗിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരനുഭവമാണ് രോഗം എന്നുള്ളത്. ഞാൻ ആ വാക്കുകളൊന്ന് പറയട്ടെ. രോഗം ശരീരത്തെ അഴിച്ചു പണിത് മനസ്സിനെ തരിപ്പണമാക്കുമ്പോഴാണ് മനുഷ്യൻ യോഗിയായി തീരുന്നത്. രോഗിയും യോഗിയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന്. രോഗത്തിന്റെ കാലഘട്ടം, വേദനയുടെ കാലഘട്ടം സ്വയശുദ്ധീകരണത്തിനുള്ള കാലഘട്ടമായി അനുഭവപ്പെട്ടതായി പലരും സാക്ഷിക്കുന്നുണ്ട്. പ്രസിദ്ധ ചരിത്രകാരിയും കവിയും സാംസ്കാരിക സാഹിത്യ നിരൂപകയും ഒക്കെയുമായിരുന്ന ശ്രീമതി ലതാമണി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ എഴുത്തുകാരി, അവർക്ക് വാഹന അപകടത്തെ തുടർന്നുണ്ടായ രോഗാവസ്ഥയും പരിതാപകരമായ സാഹചര്യങ്ങളും 3 അനുഭവങ്ങൾ അവർക്ക് നൽകി എന്ന് പറയുന്നുണ്ട്. 1, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ അവരെ സഹായിച്ചു. 1, പർപ്പസ് ഓഫ് ലൈഫ്, എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. 2, മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്. 3, വാല്യൂ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ മൂല്യം എന്താണ്. സുഖസമൃദ്ധിയുടെ സാഹചര്യങ്ങളിൽ
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല, നടക്കാറുമില്ല. എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശം? എന്താണ് ജീവിക്കുന്നതിന്റെ അർത്ഥം? എന്താണ് ജീവിതത്തിന്റെ വില? ഈ 3 മഹത്വമേറിയ അനുഭവങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ വേദനയുടെ, കഷ്ടതയുടെ, ശോധനയുടെ അവസ്ഥയിൽ കൂടി കടന്നുപോയപ്പോഴായിരുന്നു എന്ന് പറയുന്നുണ്ട്. സെൻ ബുദ്ധിസത്തിൽ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലൊരു ചോദ്യമാണ്: മനുഷ്യൻ എന്തിനാ കരയുന്നത്? കുട്ടികൾ പറയുമായിരിക്കും കരച്ചിൽ വരുന്നത് കൊണ്ടാണ് കരയുന്നത് എന്ന്. അല്ലെങ്കിൽ പറയുമായിരിക്കും സങ്കടം തോന്നുന്നത് കൊണ്ടാണ് കരയുന്നത് എന്ന്. പക്ഷേ ഈ സെൻ ബുദ്ധിസ പ്രബോധനത്തിൽ പറയുന്നത് കൂടുതൽ സ്പഷ്ടമായ കാഴ്ച കിട്ടാൻ കണ്ണിന്റെ ജനാലകൾ കൂടെ കൂടെ കഴുകേണ്ടതുണ്ട്. നിരന്തരമായ കണ്ണുനീർ പ്രവാഹം കൊണ്ട് കൺപോളകൾ ശുദ്ധീകരിക്കപ്പെടുമെന്നും പുതിയ കാഴ്ചകൾ, നല്ല കാഴ്ചകൾ, ശരിയായ കാഴ്ചകൾ, ന്യൂ വിഷൻ ആൻഡ് എ ക്ലിയർ വിഷൻ, ഇന്ന് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒന്നാണ് ഒരു പുതിയ കാഴ്ച. ജീവിതത്തിനൊരു പുതിയ കാഴ്ച, ജീവിക്കുന്നതിലൊരു പുതിയ അർത്ഥം. ഈ നിരന്തരമായ കണ്ണുനീർ കൊണ്ട് കൺപോളകളുടെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അത് കഴുകിക്കളയുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായി, ശരിയായി നമ്മളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ നാം കാണുന്ന കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി, ഞാനതിനൊരു ആന്തരികമായ അർത്ഥമാണ് കാണുന്നത്, ഞാനതിനൊരു ആത്മീകമായ അർത്ഥമാണ് കാണുന്നത്. കാഴ്ചയ്ക്ക് തന്നെ വ്യക്തമായി, ദൈവികമായി കാണുവാനുള്ള കഴിവ് ഉണ്ടാകുന്നത് നിരന്തരമായ കണ്ണുനീർ കൊണ്ടാണ്. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സഭയിലെ പരിശുദ്ധന്മാരായ പിതാക്കന്മാര് പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, കണ്ണുനീരിന്റെ തോരാകാത്ത അരുവി എനിക്ക് നീ തരണമേ എന്ന്. ആധുനിക ക്രൈസ്തവ ലോകം കണ്ണുനീരും ദുഃഖവും വേദനയും പ്രയാസവും ഒന്നുമില്ലാത്ത സുഖസമൃദ്ധിയുടെ ഒരു ജീവിതം ആഗ്രഹിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ പരിശുദ്ധരായ പിതാക്കന്മാര് പ്രാർത്ഥിക്കുന്നു: കർത്താവേ, കണ്ണുനീരിന്റെ തോരാത്ത അരുവി എനിക്ക് നീ തരണമേ. അത് എന്നെ ആന്തരികമായി ശുദ്ധീകരിക്കുന്നു, അതെന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നു, അതെന്നെ കൂടുതൽ വിനയമുള്ളവനാക്കി തീർക്കുന്നു. പരിശുദ്ധന്മാരുടെ ജീവ ചരിത്രത്തിൽ, സ്ത്രീകന്മാരുടെ അനുഭവത്തിൽ, it is suffering that glorifies a divine life. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. നിൻ കൃപയിൽ എന്റെ ശരീരം ഭക്ഷിച്ച
കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടേണം. പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ കുർബാന പ്രത്യേകമാക്കുക. വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ടുള്ള രാവിലെ ഇന്നലെ വൈകിട്ടായിട്ട് ഈ രണ്ട് ശുശ്രൂഷകളും സ്വീകരിച്ചവർ മാത്രമേ വിശുദ്ധ കുർബാന പ്രാപിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരാം. രണ്ട് മടക്കിലേക്കുള്ള 2 താമസത്തിലേക്ക് കുർബാന നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം ഈ സമയത്ത് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ സമയത്ത് ചുരുക്കുന്ന പ്രാർത്ഥന ഉച്ചത്തിൽ അനുഭവിക്കാനുള്ളവർ വീട്ടിലേക്ക് ഭക്ഷണം പോലും എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും എന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എല്ലാം ഞാൻ യോഗ്യനായി തീരണമേ. ും
കൃത്യമായ നവീകരണത്തിനുമായി ഒരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര പാപപരിഹാരം ചൊരിയുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്കു പുണ്യം മറന്നു വരുമാറാകേണ്ടമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരംഗവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും അറിയപ്പെടുമാറാകട്ടെ. ാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ. ദൈവത്തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. Amen.
അവരുടെ പ്രാർത്ഥനകളാൽ കരുണ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ. ശക്തി മാത്രം